കുമ്പള ബംബ്രാണ GBLP സ്കൂൾ വളപ്പിൽ 50 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തി. ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടെ ചെടി കണ്ട് സംശയം തോന്നിയ പ്രദേശത്തെ യുവാക്കളാണ് വിവരം എക്സൈസ് അധികൃതരെ അറിയിച്ചത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസിന്റെ നേതൃത്വത്തിൽ വ്യാപകവും ഊർജിതവുമായ പരിശോധനകൾ നടത്തിവരികയാണ്. ഇതിനിടയിലാണ് ശനിയാഴ്ച രാവിലെ ബംബ്രാണ GBLP സ്കൂൾ വളപ്പിൽ നിന്നും 50 സെന്റിമീറ്ററോളം നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്ന ഒലീവിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ ഒരു കൂട്ടം യുവാക്കൾ ചെടി കണ്ട് സംശയം തോന്നി എക്സൈസ് അധികൃതരെ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു. പിന്നാലെ തന്നെ കാസർഗോഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സലീം കുമാർ ദാസിൻ്റെയും കുമ്പള റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ KV ശ്രാവണിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. ഇവരാണ് ചെടി പരിശോധിച്ച് കഞ്ചാവ് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത്. സ്കൂളിന് ആവശ്യമായ ചുറ്റുമതിലും മതിയായ വെളിച്ചവുമില്ലാത്തത് നേരത്തെ തന്നെ പലരും പരാതിയായി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ അരക്ഷിതാവസ്ഥ മുതലെടുത്ത് സാമൂഹ്യദ്രോഹികൾ രാത്രികാലങ്ങളിൽ സ്കൂൾ വളപ്പിൽ അഴിഞ്ഞാടുന്നതും നാശനഷ്ടങ്ങൾ വരുത്തുന്നതും വലിയ ഭീഷണിയാണെന്ന് പ്രധാനാധ്യാപകൻ സത്യപ്രസാദും PT പ്രസിഡന്റ് BH ഇബ്രാഹിമും പറയുന്നു. ഞാനടുത്ത് PT പ്രസിഡന്റാണ്. അപ്പോൾ രാവിലെ HM എന്നോട് വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനൊരു സംഭവമുണ്ട്, ഒരു പഞ്ചാബിൻ്റെ തെയ്യെന്ന് ഡൗട്ട് കാണുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ SP ഓഫീസിൽ വിളിച്ച് അവിടേക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത് അവരതാണെന്ന് സ്ഥിരീകരിച്ചു. അതിൻ്റെ ശേഷം എക്സൈസ് അറിയിച്ച് അവർ വന്ന് കൊണ്ടുപോയി. പിന്നെ ഇവിടെ സ്ഥിരം എന്തെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ സാമൂഹ്യ ദ്രോഹികൾ ഒരു ബുദ്ധിമുട്ടാണെന്നുള്ളത് ഇവിടെ. പിന്നെ ഇവിടെ സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൗണ്ടും ഇതും സ്കൂൾ സ്ഥലം മറ്റവർ കൈയേറിയിട്ടുണ്ട്. അത് പഞ്ചായത്തിൽ പറഞ്ഞിട്ട് അതുപോലും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം ഈ സ്കൂളിന് വേണ്ടത് എന്തെന്ന് വെച്ചാൽ ഒരു കമ്പൗണ്ട് വാളാണ്. അതില്ലാതെ അടുത്ത കാലം ഈ ബുദ്ധിമുട്ട് തീരില്ല. നമ്മളിപ്പോൾ എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അയച്ചിട്ടുണ്ട്, ഒരു 70 ലക്ഷം രൂപൻ്റെ അയച്ചിട്ടുണ്ട്. അതും കൂടി റെഡിയായിട്ട് വന്നാലേ ഈ സ്കൂളിന് ഉള്ളൂ. ഇപ്പോൾ ഇതിൽ 1, 2, 3, 5 റോഡുണ്ട്. സൈഡിൽ ഒരു റോഡാക്കിയിട്ട് കമ്പൗണ്ട് ആക്കിയാലേ സ്കൂൾ ശരിയായിട്ട് നടക്കുള്ളൂ. ഞാനിന്ന് എപ്പോൾ വരുന്ന മാതിരി സ്കൂൾക്ക് വന്നിട്ട് എത്തിയ ശേഷം ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടായി നാട്ടുകാർ. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊരു ചെടിയുണ്ട് എന്ന്. അപ്പോൾ എനിക്കതിനെ പറ്റിയിട്ട് അറിയില്ല. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടൊന്ന് കുമ്പള സ്റ്റേഷനിലുണ്ടായ ബാബു സാറിനെ അയച്ചിട്ട് കൊടുത്തു പോലീസിന്. അപ്പോൾ അവരത് കണ്ട് പറഞ്ഞു അത് ഗാഞ്ചാവ് തന്നെയെന്ന്. അപ്പോൾ എക്സൈസുകാർക്ക് അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സൈസുകാർ വന്നു. അവർ വന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തു, ഗാഞ്ചാവ് തന്നെയെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിച്ചു. നമുക്ക് മെയിനായിട്ട് ഇവിടെ ഒരു കോമ്പൗണ്ട് വാലില്ല, ഒരു 6 റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആകുന്നുണ്ട്. ഏതും ഒരു ഒഫീഷ്യൽ റോഡൊന്നുമല്ല. ഇനിയെങ്കിലും ഉത്തരവാദപ്പെട്ട അധികാരികൾ അവഗണനാ മനോഭാവം വെടിഞ്ഞ് അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിദ്യാലയത്തിന് അർഹവും ആവശ്യവുമായ പരിഗണന നൽകണമെന്നുമാണ് ഇപ്പോഴും ഇവർ ആവശ്യപ്പെടുന്നത്. ഇവിടെ നിന്നും കഞ്ചാവ് ചെടി കണ്ടെടുത്ത കേസ് കുമ്പള റേഞ്ച് എക്സൈസ് ഓഫീസിൽ NDPS ക്രൈം നമ്പർ 43/26 രജിസ്റ്റർ ചെയ്തു.